മാനാഞ്ചിറ മൈതാനത്താണ്. വിനോദസഞ്ചാര വകുപ്പിൻ്റെ ദീപാലങ്കാരമാണ് പുതുവത്സരവുമായി ബന്ധപ്പെട്ടിട്ട്. അത് ഡിസംബർ 28 മുതൽ ജനുവരി 6 വരെയാണ് ഈ നമ്മുടെ മാനാഞ്ചിറ മൈതാനത്ത് വൈകുന്നേരം 6 മണി മുതൽ 12 മണി വരെ ഈ ദീപാലങ്കാരം നടക്കുന്നുണ്ട്. ഡേറ്റ് മറക്കണ്ട, ഡിസംബർ 28 മുതൽ ജനുവരി 6 വരെ. നീലിയും കുറേ വെള്ള ലൈറ്റാണ്. ഇവിടെ ആണെങ്കിൽ മഴവില്ല തന്നെ ഉണ്ട്. കാണുന്നുണ്ടോ? എന്ത് രസമല്ലേ സംഭവം. നമ്മൾ പെട്ടെന്ന് വളരെ പെട്ടെന്നുണ്ടായ ഒരു വീഡിയോ ആണ്. നമ്മൾ ടൗണിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഇവിടെ ആകെ ബഹളമായി. ഞാൻ വിചാരിച്ച കലോത്സവവുമായി ബന്ധപ്പെട്ട എന്തോ സംഭവമാണ്. സംസ്ഥാന കലോത്സവം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ക്രിസ്മസ് ന്യൂ ഇയറായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലൈറ്റ് ഷോ അല്ല. എന്തൊക്കെ തരത്തില്ല കുറേ ആൾക്കാരുണ്ട്. സമയം ഇപ്പം 9:40. ഇത് ഞാൻ പാത്തൂനെയും അമ്മൂനെയും കാണിക്കാൻ വേണ്ടി വിളിച്ചിന്, കിട്ടുന്നുണ്ടായിട്ടില്ല. ഇപ്പം അവർ തിരിച്ചു വിളിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കും. കലാകാരന്മാരെ കഷ്ടപ്പാട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എന്ത് ഫിനിഷിങ്ങിലാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് നോക്ക്. പുറത്തേക്ക് കൂടി പോകുമ്പോൾ തന്നെ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. ഇപ്പം സമയം 10 മണിയാവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓർഡാക്കി വീട്ടിലേക്ക് വരാൻ പറ്റാത്തൊക്കെ വിളിച്ച് കാണിച്ചെടുക്കുകയാണ്. എന്തൊക്കെ തരത്തിലുള്ള ലൈറ്റ്സാണ്, ഏതൊക്കെ രീതിയിലാണ് ഇതിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കിത് വീഡിയോയിൽ എങ്ങനെ കാണാം. അപ്പം നല്ല മാക്സിമം അവർക്കിങ്ങനെ നേരിട്ട് കാണുന്ന പോലെ എടുക്കണം. നമുക്ക് ക്രിസ്മസിൻ്റെ സ്റ്റാർസ് നോക്കാം. അങ്ങോട്ട് കയറാൻ പറ്റുമോ എന്നറിയാം. പക്ഷെ തെറ്റി വെച്ചിട്ടൊന്നുമില്ല. ഉമ്മാക്ക്, പാത്തൂന്, അസീനാമാക്ക്, ജസ്നാക്കൊക്കെ കുറച്ച് കാണിച്ചു കൊടുത്ത് ഒരു ത്രില്ലാവാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ പെട്ടെന്ന് അപ്ലോഡ് ചെയ്തിട്ട് ഇതിന് താമസമില്ല. ഇന്ന് പോയി ഇന്ന് തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യും. നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഫോട്ടോസ് എടുക്കുന്നത് മിസ്സാവുന്നുണ്ട്. ഈ കല്യാണത്തിനും പ്രോഗ്രാമിനൊക്കെ ഇവന്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സെറ്റപ്പ് ഇട്ടാൽ മതി. ശരിക്കും ഇവര് ഇവിടെ വന്നിട്ടുള്ളൊരു സംഭവം എന്ന് പറയും. ഇപ്പോൾ കണ്ടത് എല്ലാ ആൾക്കാരും, മക്കൾ തൊട്ട് വലിയ ആൾക്കാർ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസ് എടുത്ത് നിൽക്കുക. ഫാമിലി ഫോട്ടോസ്, സിംഗിൾ ഫോട്ടോസ്, പരിചയമൊന്നും വേണമെന്നില്ല. അങ്ങനെ എല്ലാവരും ക്യാമറാമാനും ക്യാമറ വുമണും
കുട്ടികളും ഒക്കെയായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫോട്ടോ പോസ് ചെയ്യുന്ന തിരക്കിലാണ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വീഡിയോ വൃത്തിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഫാമിലി ആയിട്ടൊക്കെ അവർ ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ കയറി നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് മാക്സിമം പറ്റുന്നതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ മാനാഞ്ചിറയെ ഇങ്ങനെയൊന്നല്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാണെന്ന് വിചാരിച്ചത്. കോഴിക്കോടിനെ അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മാനാഞ്ചിറ എന്ന് പറയുന്നത്. അപ്പോൾ മാനാഞ്ചിറയെക്കുറിച്ച് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്, അതുപോലെ തന്നെയാണ് മിഠായി തെരുവിനെ കുറിച്ചും. പക്ഷേ ഇത് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാതെ പോകരുത് എന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മാനാഞ്ചിറയുടെ വീഡിയോ ആയിട്ട് വേറെ വരും. ഇത് നിങ്ങൾക്ക് 2023 ഒരു ലോക്കൽ ഡെസ്റ്റിനേഷൻസ് വിത്ത് മുബീനയുടെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട്, അഡ്വാൻസ് ഗിഫ്റ്റായിട്ട് ഇരിക്കട്ടെ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ആൾക്കൊക്കെ വരിക, ഫോട്ടോസ് എടുക്കുക, ഈ കാഴ്ച കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ 1 മണിക്കൂറിലധികമായി ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്. ഞങ്ങൾ തൽക്കാലം വീട്ടിലേക്ക് പോകേണ്ടതുകൊണ്ട് ബബായ് പറയട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ഇവിടെ വന്ന ആൾക്കാരുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബബായ്.